ചില ഡ്രസ്സിൽ എന്ന് പറഞ്ഞവരെ ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാരുടെ കഥയാണ് നമ്മൾ വായിച്ചു കേട്ടത്. ഇവിടെ പറയുകയാണ്, 2 ശിഷ്യന്മാര് നടന്നുകൊണ്ട് പോകുമ്പോൾ ഈശോ അവരുടെ കൂടെ കൂടുന്നു. ഈശോ തൊട്ടടുത്ത ഗ്രാമത്തോട് അടുക്കാറായപ്പോൾ ഈശോ പോവുകയാണെന്ന് ഭാവിക്കുന്നു. അപ്പോൾ അവരവനെ പിടിച്ചു നിർത്തുകയാണ്. ഞങ്ങളോട് കൂടെ താമസിക്കുക, നേരം വൈകുന്നു, പകൽ അസ്തമിക്കാറായി, അതുകൊണ്ട് ഞങ്ങളുടെ കൂടെ താമസിക്കുക എന്ന് പറയുന്നു. അന്ന് രാത്രി അവരൊരുമിച്ചായിരിക്കുമ്പോൾ ഈശോ അന്ന് അത്താഴ സമയത്ത് അപ്പമെടുത്ത് വാഴ്ത്തി മുറിച്ച് അവർക്ക് കൊടുക്കുകയാണ്. അവർ അവനെ തിരിച്ചറിഞ്ഞു എന്നാണ് പറയുന്നത്. ഈശോയെ തിരിച്ചറിഞ്ഞു എന്നതിനേക്കാളും ഇത്തിരി കൂടി നല്ല ഭാഷയിൽ അത് പറയുകയാണെങ്കിൽ ഈശോയുടെ സ്നേഹം തിരിച്ചറിഞ്ഞു എന്ന് നമുക്ക് വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം. അതായത് അപ്പമെടുത്ത് വാഴ്ത്തി വിഭജിച്ച് അവർക്ക് കൊടുത്തപ്പോൾ അവർ ഈശോയെ അല്ലെങ്കിൽ ഈശോയുടെ സ്നേഹത്തെ തിരിച്ചറിഞ്ഞു. സ്നേഹമുള്ളവരെ, ഓരോ വിശുദ്ധ കുർബാനയിലും സംഭവിക്കുന്ന അത്ഭുതം ഇത് തന്നെയാണ് അല്ലെ. എമ്മാവൂസ് യാത്ര എപ്പോഴും ഒരു വിശുദ്ധ കുർബാനയുടെ ക്ലാസ്സിനൊക്കെ നമ്മൾ എപ്പോഴും എടുക്കാറുള്ള ഒരു റെഫറൻസ് ആണ്. അതായത് എമ്മാവൂസ് യാത്ര തനി വിശുദ്ധ കുർബാനയുടെ പകർപ്പാണെന്നാണ് നമ്മൾ പറഞ്ഞു വെക്കുന്നത്. അതായത് നമ്മുടെ ഈ ജീവിതയാത്രയിൽ നമ്മൾ ദൈവത്തോടൊപ്പം ഈ ദേവാലയത്തിൽ കയറുമ്പോൾ അവിടെ ദൈവം അപ്പം വാഴ്ത്തി വിഭജിച്ച് നിങ്ങൾക്ക് നൽകുമ്പോൾ നിങ്ങൾ ദൈവത്തിന്റെ സ്നേഹം തിരിച്ചറിയുന്നു. സ്നേഹമുള്ളവരെ, നമ്മൾ അർപ്പിക്കുന്ന ഓരോ വിശുദ്ധ കുർബാനയിലും ദൈവം സന്നിഹിതനാണെന്നും ആ ദൈവത്തിന്റെ സ്നേഹം തിരിച്ചറിയണം. ഓരോ ദിവസവും നമ്മൾ ഈ അപ്പമുറുക്കലിൽ പങ്കുകാരാകുമ്പോൾ, വിശുദ്ധ കുർബാനയിൽ പങ്കുകാരാകുമ്പോൾ ദൈവത്തിന്റെ സ്നേഹം തിരിച്ചറിയാനും അവനോടൊപ്പം യാത്ര ചെയ്യുവാനും നമുക്ക് പരിശ്രമിക്കാം. ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കും.